ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. എന്താ വെച്ചാൽ ഞാൻ മിക്ക സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ ചട്ടിയിലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ എൻ്റെ അമ്മായിനെ കണ്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഞാൻ എൻ്റെ അമ്മായിനെ കാണുന്നത് തന്നെ കലത്തിലെ അമ്മായി ചോറ് വെക്കുള്ളൂ, ചട്ടിയിലേ കറി വെക്കുള്ളൂ, ചട്ടിയിലേ ഉപ്പേരി വെക്കുള്ളൂ. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരി കേട്ടോ. ഇപ്പോഴും അത് ഫോളോ ചെയ്ത് പോകുന്ന ആളാണ്. വീട്ടിൽ ഗ്യാസ് അടുപ്പുണ്ട്, എന്നാൽ പോലും വിറകിലല്ലാതെ ആശാത്തി കുക്ക് ചെയ്യില്ല. ചോറൊക്കെ കലത്തിലാണ് വെക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കലങ്ങിടാം. ചൂടായി വിചാരിച്ചിട്ട് കാര്യമില്ല, ചൂടാവണം. ചൂടായിട്ടില്ല പറ്റിച്ചേ. ഈ മൺചട്ടി ചൂടായി വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ പലരും ചോദിക്കും ഈ ഗ്യാസ് അടുപ്പിലൊക്കെ ഈ മൺചട്ടി വെക്കുന്നത് ഒക്കുമോ നമുക്ക് ചോദിക്കും. എന്നെ സംബന്ധിച്ച് ഇതാണ് എളുപ്പം. കാരണം എന്താ വെച്ചാൽ എനിക്കിതാണ് ഇഷ്ടം. ഗ്യാസ് പോകുന്നത് പോട്ടെ, ഗ്യാസ് ആയാൽ തീരെ നടക്കണം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില വേണം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 എടുത്തുള്ളൂ. എരിവ് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ 1-2 എടുക്കുക. പക്ഷേ ഇവിടെ എൻ്റെ മകള് പേടിച്ചത് കൊണ്ട് ഞാൻ 2 എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരു ഉള്ളിയായിരുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാനത് നല്ല വെളിച്ചെണ്ണ ഇവിടുന്ന് മില്ലിൽ പോയിട്ട് മേടിക്കില്ല കേട്ടോ. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് മില്ലുണ്ട്, അവിടെ മേടിക്കലാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എത്രയാ ഉപ്പിടേണ്ടത്, എത്ര ടീസ്പൂൺ എന്നൊന്നും പറയാനായിട്ട് അതിലേക്കൊക്കെ ഒരു കണക്കാണ്. എന്ത് കണക്കാന്ന് വെച്ചാൽ ഒരു മനക്കണക്കാണ്. കുറേ ദിവസമായി ഇവരെ ഇത് തീറ്റിക്കണമെന്ന് കരുതിയിട്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല. പലരും ഇത് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരപ്പേൽ വെക്കും. ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന്, പക്ഷേ ഇത് വാടി വരുമ്പോഴേക്ക് കുറച്ചേ ഉണ്ടാവും. എന്ന് ഞാൻ വെള്ളം മറിച്ചാട്ടെ. നല്ല വിറ്റാമിൻ ABCD EFG ഒക്കെ ഉള്ള സാധനം കേട്ടോ ഇത്. ഇത് നല്ലോണം അടച്ചിട്ടിട്ട് വേവിക്കണം. ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വേവിക്കട്ടെ. റെഡി ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.